കറുപ്പും വെളുപ്പും ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നാളെയും ട്രെൻഡിങ് ആയിട്ടുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ ഉദ്ഘാടനവും അത് സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ്. വിഴിഞ്ഞം പോർട്ട് നാളെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു. പിണറായിയുടെ ഗവർണർമാരുമുള്ള അത്താഴം പൊളിച്ചത് ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. അന്ന് ഇത് ആദ്യമായിട്ട് ബ്രേക്കിങ്ങിൽ കൊണ്ടുവരുന്നത് കറുപ്പും വെളുപ്പുമാണ്. ഗവർണർ പരിപാടി ക്യാൻസൽ ആവുന്നതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് വളരെ അഡ്വാൻസ് ആയിട്ട് വിവരം കിട്ടിയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ ചെയ്തു. ഇതിൻ്റെ പുറകിൽ ചന്ദ്രശേഖറാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നലെ അടുത്ത വാർത്ത വരുന്നത്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ വേദിയിൽ സംസ്ഥാനം കൊടുത്ത പേര് പോയിട്ട് ഒരു ചെറിയ പേരും കൂടെ കേന്ദ്രം എഴുതി ചേർത്തു. അത് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി അവരുടെ ഗവൺമെന്റിന്റെ ഫണ്ട് കേരളത്തിലെ പല പദ്ധതികൾക്കും വരുന്നു. അപ്പോൾ ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ, ദേശീയ നേതാക്കളായാലും സംസ്ഥാന നേതാക്കളായാലും ആരെയും ഉൾപ്പെടുത്താതെ അനിയൻ വാവയും ചേട്ടൻ വാവയും കൂടെ ചേർന്നാണ് ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ എന്തുമാത്രം സജീവമായിരുന്നു എന്നുള്ളതും എന്തുമാത്രം പ്രൊയാക്റ്റീവ് ആയിരുന്നു എന്നുള്ളതും ഞാൻ വിമർശകർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ വിമർശിക്കുന്നില്ല. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു ചെറിയ ആൾ എത്തണമെങ്കിൽ പോലും പാർട്ടിയുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അറിവും അനുവാദവും വേണം. CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും അറിയാതെ അവിടുത്തെ ഒരു കത്ത് പോലും ഒരാൾക്ക് കൊടുക്കത്തില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കേഡർ സംവിധാനവും ഒരു ശക്തമായിട്ടുള്ള ഒരു ശൃംഖലാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് CPM. അതേപോലുള്ള ഒരു ശൃംഖലാ സംവിധാനമുള്ള ഒരു പാർട്ടി തന്നെയാണ് BJP. പക്ഷെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടോ കുറെ കാലമായിട്ട് ആ ഒരു ഹെറാർക്കി അല്ലെങ്കിൽ ശൃംഖലാ സമ്പ്രദായം കേരളത്തിൽ നിലവിലില്ല. ഇത് ഇപ്പോഴല്ല, ആദ്യത്തെ BJP സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സ്വകാര്യമായിട്ട് പല BJP നേതാക്കളോടും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. കേന്ദ്രത്തിൽ നിന്ന് 1 രൂപ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു വകുപ്പിലോട്ട് വരണമെങ്കിൽ അത് എവിടെ വരുന്നു, എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉപദേശക സമിതിയിൽ ആരൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യത കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിമാർക്കും അവരുടെ ഉപദേശക സംഘത്തിനുണ്ട്. ആദ്യത്തെയും രണ്ടാമത്തെയും BJP സർക്കാർ തുടരാത്തതിൻ്റെ കാരണവും ആ സർക്കാർ ഒരു വിജയമല്ലാതിരുന്നതിൻ്റെ കാരണവും ശ്രീ അടൽ ബിഹാരി വാജ്പേയി പോലുള്ള ഒരു മുതിർന്ന നേതാവിന് അവർ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് സെക്രട്ടറി തലത്തിൽ അവർ വിശ്വസ്തരെ കൊണ്ടുവരുന്നതിൽ ഉണ്ടായ ഒരു വീഴ്ചയാണ്. ഇപ്പം നരേന്ദ്രമോദി വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം, മിക്കവാറും കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഒന്നുകിൽ ഗുജറാത്തി അറിയാവുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഗുജറാത്തിൽ ഒരു ടേമെങ്കിലും സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്നവരായിരിക്കണം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഏറ്റവും വിശ്വസ്തരെ മാത്രമേ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളൂ. അത്ര ഒരു കാര്യം ശ്രീ AB വാജ്പേയി നിർഭാഗ്യവശാൽ ചെയ്യാൻ മുതിർന്നില്ല. കാര്യം അദ്ദേഹം ഒരുപാട് ലിബറലായിപ്പോയി. BJPയുടെയും സംഘത്തിന്റെയും സംഘടനയുടെയും സംവിധാനത്തിനും മുകളിൽ വളർന്ന ഒരാളായിപ്പോയി ശ്രീ വാജ്പേയി. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനുള്ള പൂർണ്ണമായ ആദരവോട് പറയാണ്. അദ്ദേഹത്തിന്റെ നാച്ചർ അദ്വാനിയുടെ നാച്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അദ്വാനി എന്തുമാത്രം സ്റ്റുഡന്റ് ആയിരുന്നു, അതിനെ ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ ലിബറൽ ആയിട്ടൊരു നേതാവായിരുന്നു വാജ്പേയി. പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്ക് ഈ സംവിധാനമെല്ലാം വീണ്ടും ശരിയായിട്ട് വന്നു. ശ്രീ സുരേന്ദ്രൻ വീണ്ടും ഇദ്ദേഹത്തിന്റെ മോഡൽ തന്നെയാണ് പിന്തുടർന്നത്, AB വാജ്പേയിയുടെ. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ കമ്പ് വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല.
ഇത് രാജീവ് ചന്ദ്രശേഖറിന്റെ രണ്ടാമത്തെ സുപ്രധാനമായ ചുവടുവയ്പ്പാണ്. വിഴിഞ്ഞം പോർട്ടിൽ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സദസ്സിലെ BJP സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാകണം എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം. ഇത് ഇവിടെ മാത്രം കൊണ്ട് നിൽക്കത്തില്ല. കേന്ദ്ര ഗവൺമെന്റും BJP നേതാക്കളും പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും BJP സംസ്ഥാന പ്രസിഡന്റെയോ അദ്ദേഹം നിയോഗിക്കുന്ന ആൾക്കാരുടെയോ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടാകുമെന്ന് അദ്ദേഹം തുടർന്ന് ഉറപ്പാക്കും. കാര്യം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. BJP അധികാരം പിടിക്കാനാണ് ഇവിടെ വന്നത്. 140 മണ്ഡലങ്ങളും മത്സരിച്ച് തോക്കാനും മത്സരിക്കുന്ന നേതാക്കൾക്ക് വീട് വയ്ക്കാനും അല്ല. 140 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ട് BJP ഇത്രയും കാലം എന്ത് നേടിയെന്നുള്ളത് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് 140 മണ്ഡലങ്ങളിൽ മത്സരിക്കത്തില്ല. ഒരു വിജയപ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളിലെ റിസോഴ്സസ്, അദ്ദേഹം ഒരു പൂർവ്വ വ്യോമസേന ഓഫീസറുടെ മകനാണ്. അപ്പം ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് ഫീൽഡിലേക്ക് പോകുമ്പോഴത്തേക്ക് കിട്ടാനുള്ള റിസോഴ്സുകളെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും സപ്ലൈ കൃത്യമായിട്ട് അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുകയും വേണമെന്നുള്ളതാണ്. ഇത്തവണ കൊല്ലത്ത് ചിലവാക്കിയ പൈസയും റിസോഴ്സസും ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരം ആറ്റിങ്ങലും മണ്ഡലം BJPയുടെ കയ്യിലിരിക്കുമായിരുന്നു. വളരെ നിസ്സാരമായ വോട്ടിനാണ് 2 മണ്ഡലങ്ങളിലും നമ്മൾ കൈവിട്ടു പോയത് BJP. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി BJPയുടെ ഇതുവരെ കണ്ട കളികളല്ല നടക്കാൻ പോകുന്നത്. 1980 തൊട്ട് 2025 വരെയുള്ള 45 വർഷം BJPയുടെ കണക്കിൽ ഉണ്ടായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, പ്രവർത്തന രീതിയും ശൈലിയും ഉണ്ടായിരുന്നു. അത് ഇനി നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല, അടുത്ത സ്റ്റെപ്പിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പാക്കുന്നത് കേന്ദ്രത്തിൻ്റെ പൈസ കേരളത്തിലെ ഏതൊക്കെ വകുപ്പുകളിൽ എത്ര രൂപ വരുന്നു, ആ വകുപ്പുകളിലെ ഉപദേശ സമിതികളിൽ BJPയുടെ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മോണിറ്ററിങ് BJPയിൽ എവിടെ നടക്കുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർക്ക് മോണിറ്റർ ചെയ്താൽ മാത്രമേ അടുത്ത വർഷം കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോട്ടെ, 10-20ഓളം സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ രീതിയിൽ കൃത്യമായി സംസ്ഥാന ഗവൺമെന്റിനെ ഒരു ഷാഡോ പോലീസ് എന്നുള്ള രീതിയിൽ, ഷാഡോ ക്യാബിനറ്റ് എന്നുള്ള രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിനെ പൂർണ്ണമായിട്ടും നിരീക്ഷിച്ച് അതിൻ്റെ വിവരങ്ങളെടുത്ത് അവരെ കൃത്യമായിട്ട് വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ച് ആ പ്രവർത്തനങ്ങളിൽ ഏകോപനം ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ. രാഖി കെട്ടിയതുകൊണ്ട് മാത്രം BJPയുടെ പ്രവർത്തനം നടക്കത്തില്ല, ആരും വോട്ടും കൊടുക്കത്തില്ല. അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ ചടങ്ങിന് ക്ഷണിച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചില കോൺഗ്രസ് നേതാക്കൾ മോങ്ങുന്നുണ്ട്, ഉച്ചത്തിൽ മോങ്ങുന്നുണ്ട്. അവരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, വാജ്പേയി സർക്കാർ ഭരിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്കറിയാം, തിരുവനന്തപുരത്തെ MP കേന്ദ്രത്തിൽ നിന്ന് 400 കോടി രൂപയോളം വാങ്ങി റോഡ് കേരളത്തിൽ പണിതിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് BJPയുടെ ഒരു നേതാവിന് ഒരു ഇൻവിറ്റേഷൻ പോലും കൊടുത്തില്ല, സദസ്സിൽ ക്ഷണിച്ചില്ല, കത്തിൽ പേരെടുത്തില്ല എന്ന് പോയിട്ട് BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ രാംപിള്ള സാറിനെ പോലും ഒരു കത്തിൽ പോലും ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരോടും വന്നിട്ടുമില്ല. അദ്ദേഹം ഇത് അറിയുന്നത് തന്നെ പത്രത്തിൽ വാർത്ത വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ BJP ഭരിച്ചിരുന്നപ്പോഴത്തേക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് തോന്നിയതുപോലെയൊക്കെ കോൺഗ്രസിന് ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് BJPക്കാരെ അറിയിക്കേണ്ട കാര്യമില്ല, അതെല്ലാം MP ആണ് ചെയ്യുന്നത്, അത് വേറെ ആരും അറിയേണ്ട കാര്യമില്ല. അതിനുള്ള കാലം കൊടുത്ത കൃത്യമായ മറുപടിയാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ കഥകളെ പറ്റിയിട്ടും അത് വന്നതിൻ്റെ ചരിത്രത്തെ പറ്റിയിട്ടും നാളെ നമ്മൾ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി സാറിനോടുള്ള തികഞ്ഞ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ, കോൺഗ്രസ്സുകാർ അർഹിക്കുന്നത് അവർക്ക് ലഭിക്കുന്നു. കാര്യം കരുണാകരൻ പിരിവെടുത്ത് തെണ്ടിപ്പറക്കി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴത്തേക്ക് പലരും ആവശ്യപ്പെട്ടു അതിന് കരുണാകരൻ്റെ പേരിടണമെന്ന്. അന്ന് ഗ്രൂപ്പ് സമവാക്യങ്ങളെ പറ്റി ആലോചിച്ച് അത് നടന്നില്ല. അവസാനം അതിനെ അന്ന് ഏറ്റവും എതിർത്ത ആളാണ് ഇപ്പോൾ അതിൻ്റെ ബോർഡിൻ്റെ ചെയർമാൻ. അതിനെ ഏറ്റവും നഖശികാന്തം എതിർത്ത് അതിനെ പൂട്ടിക്കാൻ നടന്നവരാണ് മറ്റു ബോർഡിലുള്ളവർ. അതിൻ്റെ പേര് ഇതുവരെ ആരും മാറ്റാൻ തയ്യാറായിട്ടില്ല. ചിലപ്പോൾ ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് അത് AKG ഇന്റർനാഷണൽ പോർട്ട് എന്നാക്കിയിട്ട് ചിലപ്പോൾ അവർ പോയെന്നിരിക്കും. അത് കോൺഗ്രസ്സുകാർ കണ്ട് സഹിച്ചിരിക്കുക, വേറെ വഴിയൊന്നുമില്ല. നന്ദി, നമസ്കാരം.